ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ്. ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺപെയർഡ് ആയിട്ടുള്ള സ്പിന്നിങ് ഇലക്ട്രോണും, ഇപ്പം നമ്മളൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂക്ലിയൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഈ അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ന്യൂക്ലിയയുടെ മാഗ്നറ്റിക് മൊമെൻറ്റും, ഇപ്പോൾ നമ്മളൊരു ഫ്രീ റാഡിക്കൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് CH3 ഫ്രീ റാഡിക്കൽ. ഓക്കെ, ഈ അൺപെയർഡ് ഇലക്ട്രോൺ ആണല്ലോ ഈ റാഡിക്കൽ ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, പ്ലസ് എന്താണ് ഹൈഡ്രജൻ ന്യൂക്ലിയൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ അൺപെയർഡ്, അപ്പം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്ത് കിട്ടുന്നു ഇവിടെ? അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ പീക്ക് മാത്രമേ കിട്ടൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നു ഈ അൺപെയർഡ് ഇലക്ട്രോൺ എന്താവുന്നു? ഡീജനറേറ്റ് ആയിരിക്കുന്നു. നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താകുന്നു? ഇത് പ്ലസ് ഹാഫും മൈനസ് ഹാഫും ആയിട്ടാകുന്നു. അതിൻ്റെ പീക്കുകൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് കിട്ടുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് അതല്ല. നമുക്ക് അതിൽ കൂടുതൽ പീക്കുകൾ കിട്ടും. ബിക്കോസ് നമ്മളുടെ ഹൈഡ്രജൻ ന്യൂക്ലിയൈ എന്ന് പറയുന്ന മാഗ്നറ്റിക് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും കൂടി തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യും. ഇത് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഹൈപ്പർഫൈൻ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത്. അത് കാരണം നമ്മുടെ ESRൻ്റെ പീക്കുകൾ സ്പ്ലിറ്റ് ചെയ്യും, കുറേ ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മീഥൈൽ റാഡിക്കലിൻ്റെ കേസിൽ ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം ഉള്ളതുകൊണ്ട് 3+1 എന്ന രീതിയിൽ, അല്ലെങ്കിൽ 2Ni+1 ആണ് അതിൻ്റെ ഇക്വേഷൻ. അത് ഞാൻ മെല്ലെ പറയാം. അപ്പോൾ 4 ഈ ഒറ്റ ഇത് തന്നെ 4 സ്പ്ലിറ്റ് ചെയ്യും. ആൻഡ് താഴത്തതും 4 സ്പ്ലിറ്റ് ചെയ്യും. സിഗ്നൽ 4 സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് 2 സിഗ്നലേ കിട്ടുള്ളൂ എന്നായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് ഈ 2 സിഗ്നലേ കിട്ടുള്ളൂ എന്നായിരുന്നു. ബട്ട് അവിടെ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന ഫെനോമിനൻ നടന്നതുകൊണ്ട് അവിടെ എന്ത് കിട്ടുന്നു? വീണ്ടും ആ സിഗ്നലുകൾ 4 ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു എന്താണ് ESR പീക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഫെനോമിനാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നമ്പർ ഓഫ് ലൈൻസ്, എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2Ni+1. N എന്ന് പറഞ്ഞാൽ എത്ര ന്യൂക്ലിയൈ ഇൻറ്ററാക്ട് ചെയ്യുന്നു, I എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സ്പിന്ന്. ഓക്കെ, ആൻഡ് അതിൻ്റെ സെലക്ഷൻ റൂൾ, ഹൈപ്പർഫൈൻ ട്രാൻസിഷൻസിനുള്ള സെലക്ഷൻ റൂളാണ് ΔMS = ±1 ΔMI = 0 എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എടുത്ത് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിന് നമുക്കറിയാം S എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. സോ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? MS എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻറ്റം എന്ന ക്വാണ്ടം നമ്പർ എന്താണ്? പ്ലസ് ഹാഫും മൈനസ് ഹാഫും ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് അവിടെ? നമ്മളുടെ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ അവർ ഡീജനറേറ്റ് ആണ്. പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൽ ഡീജനറസി റിമൂവ് ചെയ്യുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കുന്നു? ഇവർ പ്ലസ് ഹാഫും മൈനസ് ഹാഫ് എന്ന രീതിയിലേക്ക് ഡിവൈഡ് ആകുന്നു. ഓക്കെ, അപ്പർ എനർജി ലെവലും ലോവർ എനർജി ലെവലും. ആൻഡ് ദെൻ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇത് ഇൻറ്ററാക്ട് ചെയ്തിട്ട് അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു, 2 സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതെങ്ങനെ 2 സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോമുലയാണ് 2Ni+1 എന്ന രീതിയിൽ. സോ 2 ഇൻറ്റു എത്രയാണ്? 2. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം അല്ലേ, ഒരെണ്ണേ ഉള്ളൂ. I എന്ന് പറയുന്നത് 1/2 ആണ്, +1. സോ 1 + 1 2 ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഈ പീക്കുകൾ വീണ്ടും 2 സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മീഥൈൽ റാഡിക്കലിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞത് കൂട്ട് തന്നെ മീഥൈൽ റാഡിക്കലിൻ്റെ ഹാഫ് ആണ്. 3 പ്രോട്ടോൺ ഉണ്ട്. ഒരു പ്രോട്ടോണിൻ്റെ I എന്ന് പറയുന്നത് 1/2 ആണ്. 3 പ്രോട്ടോണിൻ്റെയും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 4 സ്പ്ലിറ്റ് ചെയ്യുന്ന കാണാം. ആൻഡ് അത് 4 സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3/2 1/2 1/2 3/2 എന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. മീൻസ് അത് എന്താണ്?
ഓക്കെ, ഇതിൻ്റെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, മീഥൈൽ റാഡിക്കലിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2ni + i+1. ഓക്കെ, 2 × n 3 ഹൈഡ്രജൻ ന്യൂക്ലിയൈ ആണ് നമ്മളുടെ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഐ ഇവിടെയും 1/2 ആണ്, +1. സോ 2ഉം 2ഉം ക്യാൻസലായി 3 + 1 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. സോ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നാണ്. രണ്ട് ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. വെൻ ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇതെന്താവുന്നു, +1/2ഉം -1/2 എന്ന രീതിയിലാവുന്നു. ഹൈഡ്രജൻ ന്യൂക്ലിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു, 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, +3/2 പ്ലസ് ഇടണ്ട അവിടെ, 3/2 1/2 1/2 ആൻഡ് -1/2 -3/2. ഓക്കെ, ഇവിടെയും 4 ആയിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ്, -3/2 -1/2 1/2 3/2. ഇത്രയും ഈ സ്പ്ലിറ്റിംഗ് നിങ്ങൾ കാണിക്കേണ്ട, മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. ഈ രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ESR പീക്കുകൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഫെനോമിനാണ് ഹൈപ്പോഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ബെൻസീൻ റാഡിക്കൽ അയോൺ ഇവിടെ പറയുന്നുണ്ട് ഒരു എക്സാമ്പിളായിട്ട്. നെഗറ്റീവ് ബെൻസീൻ റാഡിക്കൽ അയോണിൽ 1 അൺപെയർഡ് ഇലക്ട്രോൺ ആണുള്ളത്. ഓക്കെ, സോ എസ് ഹാഫ് ആണ് ആൻഡ് 6 ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ആണുള്ളത്. അപ്പോൾ 7 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. 7 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആ ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഹൈഡ്രജൻ ആറ്റവും മീഥൈൽ റാഡിക്കളും മെയിനായിട്ട് പഠിക്കുക. നാഫ്തലീൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇവിടെ 2 ബെൻസീൻ റിംഗ് ആണുള്ളത്. അവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, 2n1. കാരണം 2 ബെൻസീൻ റിങ്ങിന് 2 ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ആണുള്ളത്. അതുകൊണ്ടാണ് 2 സെറ്റ്സ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. നമുക്ക് 25 ലൈൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ലാൻഡേജ് ഫാക്ടർ അല്ലെങ്കിൽ ലാൻഡേജ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ നേരത്തെ ഞാൻ ഇക്വേഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, നമ്മൾ ഫ്രീക്വൻസി നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അതിനകത്തുനിന്ന് നമുക്ക് എന്താണ് ലാൻഡേജ് ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതിയേക്കുക. hν/μb/bz. ഫ്രീക്വൻസിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഡൈമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്, എന്താണ് ESRൽ നമ്മൾക്ക് ഏത് പൊസിഷനിലായിരിക്കും റെസണൻസ് അബ്സോർപ്ഷൻ നടക്കുന്നത്, ആ ഒരു സാധനത്തിനെ ഗവേൺ ചെയ്യുന്ന ഒരാളാണ് ഈ G ഫാക്ടർ എന്ന് പറയുന്നത്. ഫ്രീ ഇലക്ട്രോൺസിന് G ഫാക്ടർ എന്ന് പറയുന്നത് 2.0023 എന്ന് പറയുന്ന രീതിയിലാണ് എടുക്കുന്നത്. മീഥൈൽ റാഡിക്കൽസിന് എന്താണ് ഫ്രീ ഇലക്ട്രോൺ G വാല്യൂവിനടുത്താണ് നമ്മളുടെ മീഥൈൽ റാഡിക്കലിൻ്റെ G ഫാക്ടറിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു കേസ് പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ അവരുടെ കോംപ്ലക്സസ് സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ ക്വെഞ്ചിങ് കാരണം പ്രിവെൻറ്റ് ചെയ്യും സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ. സോ അങ്ങനത്തെ സിസ്റ്റംസിൻ്റെ G വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഫ്രീ ഇലക്ട്രോണിൻ്റെ G വാല്യൂവിൽ നിന്ന് എന്താണ് മാറുന്നു, ഡിപ്പാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ട്രാൻസിഷൻ മെറ്റൽസ് കോംപ്ലക്സസിൽ ഡി ലെവൽസ് ഹാഫ് ഫീൽഡിനേക്കാളും കുറവുള്ള ഡി ലെവൽസിൽ G എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്രീ ഇലക്ട്രോണിനേക്കാളും കുറവായിരിക്കും. മോർ ദാൻ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഡി ലെവൽസ് ഉണ്ടെങ്കിൽ G എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്രീ ഇലക്ട്രോൺ G വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, G വാല്യൂ എന്ന് പറയുന്നത് അനൈസോട്രോപിക് ക്വാണ്ടിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് മാറുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ESRൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. കുറച്ച് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ESR സ്പെക്ട്രോസ്കോപ്പി അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ കെമിക്കൽ സ്പീഷീസ് സ്റ്റഡി ചെയ്യാനായിട്ട് വളരെ അധികം യൂസ്ഫുൾ ആണ്.
ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടും ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസും നമുക്ക് ഇത് വെച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവയിൽ അൺപെയർഡ് ആയിട്ടുള്ള ഡി അല്ലെങ്കിൽ എഫ് സബ്ഷെൽസ് കാണും, എഫ് ഇലക്ട്രോൺസ് കാണും. ഓക്കെ, ദെൻ എന്താണ് അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് പറയുന്നത്, കോപ്പർ 2 കോംപ്ലക്സസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് സിഗ്നൽ നമുക്ക് കിട്ടും. പക്ഷെ കോപ്പർ 1 കോംപ്ലക്സിൽ കിട്ടത്തില്ല. കാരണം എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോട്ടീൻ കോംപ്ലക്സസിൽ ഏത് കോപ്പറാണ്, ഏത് സ്റ്റേറ്റിൽ ആണ് കോപ്പർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതുവഴി. ഓക്കെ, പിന്നെ റിയാക്ഷൻ റേറ്റ്സ് ആൻഡ് മെക്കാനിസംസ് നമുക്ക് ഇതുവഴി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് ESR സിഗ്നൽ എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ? എത്ര നമ്പർ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടോ അതിനോട്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കണ്ടത് 1 ഇലക്ട്രോൺ ഉള്ളതാണ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെ നമുക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും പീക്കുകൾ കിട്ടും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം എന്താണ്? എത്ര നമ്പർ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്, അത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നത്, ആ ഒരു സ്റ്റഡി നമുക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നടത്താനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ അബൌട്ട് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ എ മോളിക്യൂൾ, അത് വെച്ചാണല്ലോ ഈ സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത് തന്നെ. നമുക്കൊരു മോളിക്യൂളിൻ്റെ നെറ്റ് ഇലക്ട്രോൺ സ്പിൻ അറിയാനായിട്ട് സാധിക്കും. അതിനകത്ത് ഓൺലി പെയർഡ് ഇലക്ട്രോൺസ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ, അത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ ഒരു സബ് മോളിക്യൂൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നൈട്രജൻ മോളിക്യൂളിൽ 14 ഇലക്ട്രോൺസ് ആണ്, എല്ലാം പെയർഡ് ആണ്. അപ്പോൾ അത് ഡയാമാഗ്നറ്റിക് ആണ്, അതുകൊണ്ട് എന്ത് തരില്ല? ESR സ്പെക്ട്രം തരില്ല. ഓക്സിജൻ മോളിക്യൂളിന് 16 ഇലക്ട്രോൺസ് ആണ്, അതിനകത്ത് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണ്, ആൻഡ് അത് എന്ത് തരും? ESR സ്പെക്ട്രം തരും. ഇങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ESR സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കാനുള്ളത്.